ഇന്ന് പുതിയ ഒരു ജലസസ്യത്തെ കൂടി പരിചയപ്പെടാം. ഡക്ക്വീഡ്സ്, വാട്ടർ ലെൻസസ്, വാട്ടർ ലെൻറ്റിൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണിത്. ലെംനോയിഡിയെ എന്ന കുടുംബത്തിൽപ്പെട്ട ചെടികളാണ്. സൂക്ഷിച്ച് നോക്കിയാൽ ചില ചെടികളുടെ അടിയിലുള്ള വേരുകൾ, ചെറിയ വേരുകൾ നിങ്ങൾക്ക് കാണാം. പരന്ന ഇലയാണ്. ഈ ഇലകൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ സഹായത്തിന് ഈ ഇലകളുടെ കോശങ്ങളുടെ ഇടയിൽ എയർ പോക്കറ്റുകളുണ്ടാവും. എയറൻകൈമ എന്നാണ് അതിന് പറയുന്നത്. കുളക്കോഴി, ചില മത്സ്യങ്ങൾ എന്നിവയ്ക്ക് ധാരാളം പ്രോട്ടീൻ നൽകുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് ഈ ഡക്ക്വീഡ്. അങ്ങനെയായിരിക്കണം ആ പേര് വന്നത്. താറാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് മറ്റ് വലിയ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ചെടികൾ ഉപയോഗപ്പെടും. ഇവയ്ക്കടിയിൽ ഒളിച്ചിരിക്കാൻ പറ്റും. ചില തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇസ്രായേലിൽ ഒരു പച്ചക്കറിയായി വളർത്താറുണ്ടെന്ന് വിക്കിപീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സോയാബീനിനെക്കാട്ടും കൂടുതൽ ഒരു സ്ക്വയർ മീറ്ററിൽ കൂടുതൽ പ്രോട്ടീൻ നൽകാവുന്ന ഒരു ഭക്ഷണ സ്രോതസ്സാണ് ഡക്ക്വീഡ്. വേറെ ഒരു രസകരമായ വാർത്ത, നാസയുടെ മാർസ് പ്രോജക്റ്റിൽ ഒരു പ്രധാന ഭക്ഷണ സ്രോതസ്സായിട്ട്, അതായത് മാർസിൽ ചൊവ്വയിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ സ്രോതസ്സായിട്ട് ഡക്ക്വീഡ് കരുതുന്നുണ്ട്. കാരണം ഇത് വളരെ വേഗത്തിൽ ഉണ്ടാവും, കുറേ അധികം പെട്ടെന്ന് ഉണ്ടാവുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് ജലസസ്യം ആയതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുമെന്ന് കരുതുന്നുണ്ട്. വെള്ളത്തിൽ അധികമായി ഉണ്ടാകുന്ന മിനറൽസ്, പ്രത്യേകിച്ച് നൈട്രജനും ഫോസ്ഫേറ്റും ഒക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ജലശുദ്ധീകരണത്തിനും ഇതൊരു വഴിയായിട്ട് പല രാജ്യങ്ങളും കരുതാറുണ്ട്. ഇവിടെ കാണുന്ന വലിയ സസ്യങ്ങൾ ഡക്ക്വീഡല്ല, അത് ഇന്നലെ പരിചയപ്പെട്ട വാട്ടർ ക്യാബേജ് അഥവാ പിസ്റ്റിയ എന്ന് പറയുന്ന ചെടിയാണ്.